നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബിൾസിലെ പുതിയ വീഡിയോ കലക്സതും ഇന്നത്തെ ഒരു ഡൈമിലെ ഫ്ലോഗ് പോകാണ്. നമ്മൾ രാവിലെ നേരത്തെ എന്നിട്ട് കുക്കുമ്പോഴൊരു ശ്രുതി രാവിലെ 6 മണി 6:15 നമുക്ക് രാവിലെ പണിയുണ്ട്. ശ്രുതി രാവിലത്തെ പുട്ടുണ്ടാക്കുന്ന പ്ലാനിലാണ്. സമയത്ത് കിച്ചു വന്നിട്ടുണ്ട്. കിച്ചു ഇന്നലെ രാത്രി ഒന്ന് ഒരു കുറ്റി പുട്ട് കഴിച്ചിട്ട് പോയുള്ളൂ. പാവം അവൻ ഇന്നലെ വെറും മുട്ട കഴിച്ചു ഗൈസ്. അവസാനം സങ്കടമായിപ്പോയി എനിക്ക്. കാരണം കറി ഇല്ലാതെ വെറും ഒരു കുറ്റി പുട്ട് പച്ചക്ക് കഴിച്ചിട്ട് പോയി. അവൻ നല്ല വിശന്നിട്ട്. ഇവന് ഭക്ഷണം ഇപ്പം അധികം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. പാവം അവന് വലുപ്പത്തിനനുസരിച്ച് ഭക്ഷണം കിട്ടുന്നില്ല. അവൻ പട്ടിണിയായിരുന്നു തോന്നുന്നു. അവൻ വന്നിട്ട് ഒരു കുട്ടി പുറ്റ് ഇന്നലെ രാത്രി ഫുള്ളായിട്ട് കഴിച്ചിട്ട് പോയി. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറിയിലൊക്കെ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളത് താഴെ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാമിൻ്റെ. നമ്മളെ മസ്റ്റായിട്ട് ഇൻസ്റ്റാവിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. റീലായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, സ്റ്റോറിയായിട്ട് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ തൂത്തി പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പല്ലൊക്കെ വെച്ച് ഫ്രഷ് ആവുന്നുണ്ട്. അപ്പോൾ എന്നാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കിടക്കാം. കിച്ചുവിന് എന്നാൽ രാവിലെ ഫുഡ് കൊടുക്കണം. എന്നിട്ട് അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഇല്ലടാ വെയിറ്റിംഗ് അല്ലടാ നീ ആണ്. അവൻ വാലാട്ടുന്നുണ്ട് കേസ്. അവൻ വെയിറ്റിംഗ് ആണ്. അവൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞപ്പോഴേക്കും വാലാട്ടുന്നു. അപ്പോൾ അവന് ഫുഡ് കൊടുക്കണം. കിച്ചൻ ഇവിടെ വെയിറ്റ് ആണ്. പുട്ട് ആവുന്നേ ഉള്ളൂ. പുട്ട് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. കണ്ടോ, പുട്ടിന് ആദ്യമൊക്കെ വന്ന് കുറച്ച് നേരം ചായ ആയിട്ടുണ്ട്. എന്തായാലും പുട്ടാവട്ടെ. രാവിലെ ഞാൻ 2 പക്കാടും എടുത്തു. ഇവിടെ നിന്ന് പെറുക്കിയിരുത് ഇവിടെ ശേഖരിച്ച് വെച്ചിരിക്കുക. തിന്നോ. ആദ്യയുടെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. കാരണം അവൻ പോയാലും പിന്നെ വരാൻ പറ്റുള്ളൂ. പിന്നെ പോയി കഴിഞ്ഞാൽ കെട്ടിയിടുമല്ലോ, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും പുട്ട് നന്നായിട്ട് ആവി കയറ്റിയില്ലെങ്കിൽ ശരിയാവില്ല കേസ്, അതുകൊണ്ടാണ്. ശ്രുതി ഫസ്റ്റ് കുറ്റി പുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ശ്രുതി ഫസ്റ്റ് കുറ്റി പുട്ട് ഇതാക്കിയിട്ടുണ്ട്. കിച്ചു പോയാൽ കിച്ചിനോട് ഫുഡാണ്. അവൻ അവനോട് മണത്ത് നടപ്പുണ്ട്. അപ്പോൾ അവനോട് പുട്ടാണത് ഫസ്റ്റ് പുട്ട്. ശ്രുതി അപ്പോൾ ആ പുട്ട് കൊണ്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. വേണാ നിനക്ക് പുട്ട് തന്നെണ്ടാ, ഇത് വെച്ചിട്ടുണ്ട് പുട്ട്. ചൂടാണോ? നല്ല ചൂടാണോ? അപ്പം കൈക്കൂലില്ല അമ്മ കുറവും. അവൻ രാത്രി ഒരു പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട് അവന്. അവൻ കഴിക്കട്ടെ. അപ്പോൾ നമ്മളടുത്ത് ഓടിയിരുന്നത് എവിടെ ഇല്ലെങ്കിലും അവൻ ആദ്യം ഓടിയിരുന്നത് എന്തെങ്കിലും കിട്ടുന്ന വിശ്വാസത്തിലാണ്. അപ്പോൾ അവനത് കൊടുക്കണമല്ല. ദൈവം പോലും നമ്മൾ പുറക്കില്ല. ഉള്ളത് എന്തെങ്കിലും കൊടുത്ത് അവനെ വിഷം മാറ്റി പറഞ്ഞ വെച്ചിട്ട് മോശമാണ്. നമുക്കതിന് സങ്കടം കഴിച്ച് കറിയില്ലാതെ ഒരു കുട്ടി പുട്ട് ഫുള്ളും ഒരു പട്ടി കഴിക്കാൻ തുടങ്ങുമ്പോഴേ അതാണ് നമുക്ക് ഇതായി പോണത്. അവൻ കഴിക്കട്ടെ എന്തായാലും. ഉണ്ടായിരുന്ന അടുത്ത വർഷം പുട്ട് കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ കഴിക്കട്ടെ. അവൻ ഒരു കുറ്റി പുട്ട് ഫുള്ളായിട്ട് അവൻ കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി അങ്ങനത്തെ കഴിച്ചു. ഒരു കുറ്റി പുട്ട് അവൻ ഫുള്ളായിട്ട് കഴിച്ചു. നല്ല വിശപ്പ് കാരണം ഇത് ഇന്നും അവനൊരു കുറ്റി പുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചിരട്ടിൽ വെള്ളം വെച്ച് കൊടുക്കട്ടെ. അവൻ വെള്ളം കുടിക്കും. അവൻ വെള്ളമില്ലാതെ പോയ അവസ്ഥയാവും. ഞാൻ വെള്ളം വെച്ച് കൊടുക്കട്ടെ. അത്യാവശ്യം നല്ല വേഗം വെച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു കുറ്റി പുട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് വയറ് പ്രദേശം നിറഞ്ഞിട്ടുണ്ടാവും. എന്താ അവൻ ഹാപ്പി ആയില്ല. രാവിലത്തെ അവൻ വന്നിട്ട് ഫുഡ് കഴിക്കാൻ അവൻ പോയില്ലല്ലോ. സമയം നോക്കുക ഗൈസ്, 6:50 സംതിങ് ആയിട്ടുള്ളൂ. 6:55 ആയിട്ടുള്ളൂ. അവൻ ഈ സമയത്തൊന്ന് ഫുഡ് കഴിക്കണം. നമ്മളോട് സന്തോഷമായിരിക്കണം. നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് അവൻ ഫുഡ് കഴിക്കുന്നതിൽ. പാവല്ല ഗൈസ്, ഒരു മിണ്ടാപ്രാണിയാണ്. ഇവന് നമ്മോട് ഭയങ്കര സ്നേഹവും ഭയങ്കര കാര്യമാണ് ഗൈസ്. അവൻ അയച്ചുവിട്ട് അവൻ ആദ്യം ഭക്ഷണത്തിന് വേണ്ടി ഇവിടെ വരുള്ളൂ. കാരണം അവന് ഭക്ഷണം വരെ കിട്ടുന്നില്ല ഗൈസ്. അവൻ വേറെ സത്യം. ഒരു വയസ്സേ അവൻ്റെ ശരീരം നിന്ന് നോക്കരുത് ഗൈസ്. എല്ലാം തോറായിട്ടിരിക്കുന്നുണ്ട്. എല്ലാം കാണാറില്ല ഗൈസ്. ശരിക്കും ഒരു വയസ്സായ പട്ടിക്ക് അത്യാവശ്യം എൻ്റെ ശരീരം ഉണ്ടാവണ്ടേ. മെയിനായിട്ടും ഭക്ഷണം വരെ കിട്ടാത്തതുകൊണ്ടാണ്. അവൻ്റെ വിശപ്പ് മാറിയിട്ടുണ്ട്. അവൻ പോവാണ്. ബാക്കിയുള്ളത് അവനെ വന്ന് കഴിച്ചോളും. കുറച്ചുണ്ട് അവൻ മിക്കവാറും അവിടെ പോയി അപ്പിയിടാൻ മൂത്രയ്ക്കാൻ പോയതായിരിക്കും. അവനെ മണത്ത് നിൽപ്പുണ്ട്. അവിടെ പോയപ്പോൾ തിരിച്ചു വരും. ശ്രുതി എന്തായാലും പുട്ട് വെച്ചിട്ട് തീ വെച്ചിട്ട് എന്നോട് പറയാതെ പോയി കളഞ്ഞത്. ഞാനിപ്പോൾ അവനെ കിച്ചന് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ അടുപ്പത്തിന് ഞാൻ കാണൂലായിരുന്നു. ഇതിപ്പോൾ ഞാൻ പുട്ടായി കഴിഞ്ഞാൽ അടുപ്പ് ഓഫാക്കി വെച്ചിട്ട് പോവാം. ബാക്കി പിന്നെ എടുക്കാമല്ലോ. എന്നിട്ട് ഇനി ഒരു ഭക്ഷണം കൂടി ഉണ്ടാക്കേണ്ടെന്ന് തോന്നുന്നു. അത് ശ്രുതി വന്നിട്ട് ഉണ്ടായിക്കോളും. അപ്പോൾ നമുക്ക് പണിക്കിറങ്ങാം. നമ്മൾ പണിക്കിറങ്ങി ശ്രുതിക്ക് ഞാനും പോലും ശരിയാവില്ല, ലേറ്റ് ആവില്ല. അപ്പോൾ കഴിച്ച് നമുക്ക് പണിക്കിറങ്ങാം. ശ്രുതി കിച്ചൻ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വാതിലടച്ചിട്ടില്ല. വാതിലടയ്ക്കണോ ശ്രുതി ഒന്നും പറഞ്ഞില്ല. ചോദിച്ചോട്ടെ. അവളിപ്പം തിരിച്ചു വരാനുള്ളതാണെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ വാതിലടച്ചിട്ട് പോയാൽ അവർക്ക് വന്നിട്ട് വീണ്ടും ബുക്ക് ചെയ്ത് വാതിൽ എടുത്തേക്കണ്ടേ. വാതിലടയ്ക്കാന്നല്ല, പൊക്കിയെടുത്തേക്കുന്ന വാതിലാണ്. അത് വേറെ കാര്യം. അതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള സത്യം. അതിന് ഇതൊന്നുമില്ല, ലോക്കാനുള്ള സിസ്റ്റമൊന്നുമില്ല. ജസ്റ്റ് പൊക്കിയെടുത്ത് ചാരി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ.
നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേസ്. ക്യാമറ കാണാനൊക്കെ മഞ്ഞിറങ്ങിയത് ആ മഞ്ഞ് ഇവിടെ ഉണ്ട് കേസ്. പിന്നെ കാണാത്തത് ക്യാമറയിൽ അത്ര നല്ല കിട്ടൂലല്ലോ, ക്ലിയറിൽ ഫോൺ ക്യാമറയിൽ അത്ര ക്ലാരിറ്റി കിട്ടൂലല്ലോ. അങ്ങനെ വേറെ സത്യം. ശ്രുതി താഴെയുണ്ടെന്ന് തോന്നുന്നു. ശ്രുതി താഴെയുണ്ട്. ആ താഴെ ചുവപ്പ് കളർ ഡ്രസ്സാണ് ശ്രുതിയാണ്. ശ്രുതി താഴെയുണ്ട്. ശ്രുതിനെ വിളിക്കാൻ പാടില്ല, നിഷുന്ന് വിളിക്കാൻ പാടുന്നതാണ്. ഞാൻ അവൾക്കിട്ട പേരാണ് നിഷു, പ്രേമിച്ച സമയത്തിട്ട പേരാണ്. അപ്പോൾ ആ പേരിൽ വിളിക്കാൻ പാടുന്ന ശ്രുതി എപ്പോഴും ചീത്തമാണ് തന്നെ. ഞാൻ എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിഷു എന്ന് വിളിക്കേണ്ടത് അവളെ. നല്ല രസമുള്ള വയസ്സ്. രാവിലെ സൂര്യനെ കാണാൻ കൊടുന്ന് ഒരു ചൂടാറിയൊരു കട്ടൻ ചായ കൊടുത്തിരുന്നുണ്ട്. പിന്നെ ഇതിന്ന് പോണത് ചൂടല്ല, ചൂടാറി നീ ചെറുചൂടെന്നല്ല പറഞ്ഞത്. എനിക്ക് നല്ല തിളച്ച ചൂടല്ല വേണ്ടത്. ഞാൻ കുടിക്കട്ടെ. ശ്രുതി അവിടെ നിന്ന് യൂട്യൂബിൽ ഇപ്പോൾ അടുത്ത റീൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഷോർട്സ് ആയിട്ട്. അത് എറയായി പോകണം. യൂട്യൂബിന് എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നം. ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ എറയായി പോയിക്കൊണ്ടിരിക്കും. നിശ്ചിത കഴിച്ച് എനിക്ക് പുട്ടുംപയർ കൊണ്ടുവന്നത്. പുട്ടുംപയർ കഴിച്ചിട്ട് പുട്ടുംപയറെന്ന് പറഞ്ഞത്. നിനക്ക് ചെവിക്കൊരു കുഴപ്പമുണ്ടാ? നേരത്തെ വീഡിയോ കണ്ടു ഒന്നുകൂടി ഞാൻ പയർന്ന് പറഞ്ഞത്. ചെവിയൊക്കാത്ത കഴുത. ചൂട് ഞാൻ അത് ബാക്കിയുള്ളത് എടുക്കട്ടെ. ആയിക്കോട്ടെ. പ്രാഗിട്ട് പോകണ്ട കേസ് ആണ്. ശ്രുതി നീ ബാക്കിയുള്ള പുട്ട് ഉണ്ടാക്കി കഴിക്കാണ്ട് പോണ്. ശ്രുതിക്ക് ഒരു കുറ്റി പുട്ടാ എവിടെ? ഓ ശ്രുതിക്ക് ഒരു കുറ്റി പുട്ട്. അല്ല പുട്ട് കുറ്റി കാണുന്നത് നിനക്കുള്ളതല്ലോ, എനിക്കുള്ളതല്ല. എനിക്ക് ഓൾറെഡി തന്നല്ലോ. എടുത്തോ, നീ അതോടെ കുടിച്ചോ. ഇല്ല ഇല്ല, അത് നീ കുടിച്ചിട്ട് എനിക്ക് തരണം. എടാ പടം നോക്കി. പിന്നെ ഞാൻ ഇവിടെ നിശ്ചയം വിളിക്കാം. എത്ര നേരം ഞാൻ തന്നിട്ട് ചൂടാറിയതൊക്കെ തന്നാ ഞാൻ ചൂടുള്ളതുകൊണ്ടാണ് തന്നത്. കുടിച്ചാൽ തന്നെ രാവിലെ വരുമ്പോ ഒരു കട്ടൻ ചായ കുടിക്കാൻ തന്നെ. നീ കുടിച്ചു, എനിക്ക് വേണ്ട. ഞാൻ കുടിച്ചു 3 ഗ്ലാസ്. എനിക്ക് ശീതത്തായിരുന്നു കട്ടൻ ചായ കുടിക്കല്, പാൽ ചായ കുടിക്കല്, കാപ്പി കുടിക്കലൊക്കെ. ഉണ്ടാക്കി തന്നതാണ്. പിടിക്ക് നിശ്ചയം പ്രാന്തകളെ. പിടിക്ക്. കഴിക്കണ്ട പോ. ഒന്ന് പോയ. എനിക്ക് ചായ ഒന്നും വേണ്ട ഗൈസ്. എനിക്ക് ഇഷ്ടമുള്ള സാധനം ചായ. ആയിക്കോട്ടെ എന്നാ പുട്ട് നീ കഴിച്ചോ. എനിക്ക് പുട്ട് വേണ്ട. പക്ഷെ ഒന്നുമല്ല, രാവിലെ അടിച്ച ചായ ഞാൻ കുടിക്കുക നമ്മൾക്ക് അറിയാം ഗൈസ്. എന്നിട്ടാണ് വീണ്ടും എനിക്കിട്ട് ചായ. എനിക്ക് വിശക്കൂല. ആയിക്കോട്ടെ നോ പ്രോബ്ലം. എടേ ഒരു നേരം ഫുഡ് കഴിക്കുന്ന എനിക്ക് നോ പ്രോബ്ലം ഒന്നും പ്രശ്നമേ അല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം ചായ. ആയിക്കോട്ടെ, എനിക്ക് പുട്ടും ചായ ഒന്നും ഇഷ്ടമില്ലാത്ത. ഈ ചായ എനിക്ക് ഇഷ്ടമില്ല, ആ മെയിൻ കാര്യം. കട്ടൻ ചായ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സാധനമാണ്. കടിക്കും. ഞാൻ കുടിച്ച് ശീലത്തായിട്ടാണ്. നീ എപ്പോഴും കട്ടൻ കുടിച്ച്. നീ പാൽ ചായ കുടിക്കൂല. പാൽ ചായ എപ്പോ കുടിച്ച് പിന്നെ പോയിട്ട് മമ്മി ഇട്ട് കുടിക്കും. എനിക്കാണെങ്കിൽ ചായ ഇഷ്ടമല്ല. ഇത് പറഞ്ഞ കേൾക്കൂല കഴിച്ച്. ഇതാണ് പ്രശ്നം. എപ്പോഴുള്ള കാര്യമാണ്. ഞാൻ ചായ കുടിക്കില്ല, ഞാൻ കേൾക്കാതെ വെറുതെ വീണ്ടും കൊണ്ടുതരും. പിന്നെ വെറുതെ ഉറപ്പിക്കേണ്ട വെച്ചിട്ട് കഴിക്കും. പക്ഷെ ഇന്നെനിക്ക് വേണ്ട ഒട്ടും. പറഞ്ഞ കേൾക്കുന്ന നിഷു കൈ ഒടിഞ്ഞിരിക്കുകയാണ്. എനിക്ക് വേണ്ട, കഴിച്ചോ. എനിക്ക് രാത്രി ഫുഡ് തന്നാൽ മതി. തന്നേം കുഴപ്പമില്ല, നീ കഴിച്ചോ. ഫോട്ടോയാണ് കഴിച്ച് കാണുന്നത്. ഞാൻ അതേ പുട്ടുംപയറും കഴിക്കാണ്ട് പോവാണ്. അതിലേക്ക് ശ്രുതിക്ക് വയറിൽ അസ്വസ്ഥത. ശ്രുതി ഓടിക്കളഞ്ഞ് കേസ്. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഇങ്ങനെ തിന്നായിരിക്കുമ്പോഴാണ് ഇവളിങ്ങനെ ഓരോ വൃത്തിയോട് കാണിച്ചിട്ട് ഓടുന്നത്. എൻ്റെ കേസ് എനിക്ക് പറ്റത്തില്ല. ഇപ്പം കട്ടൻ ചായ വേണമെന്ന് കേൾക്കൂല. അതിനിടയ്ക്കാണെങ്കിൽ ശ്രുതിയുടെ ഓരോരോ വൃത്തിയുടെ പരിപാടികൾ. ചിരിക്കണ്ട. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം തട്ടാണ് അവൾ തൂറാൻ വിട്ടുകൊണ്ട് ഓടുന്നത്. തിന്നാൻ ആ ഫ്ലോ ആയിട്ട് പോയി. പിന്നെ വിശപ്പാണല്ലോ, വേറെ വഴിയില്ല. കഴിച്ചിട്ട് പണിക്കറണമല്ലോ, അതുകൊണ്ട് കഴിക്കാം. ഫൈനലി ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിലാണ് വന്നത്. അതാണ് അപ്പം പുട്ടുണ്ട്, മുട്ട ഒരെണ്ണം
ബുൾസ പോലെ ചെയ്ത് കൊടുത്ത് പയറുണ്ട്. കറി ഇല്ലാതെ ആർജയ്ക്ക് ഒന്നും പറ്റത്തില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഇപ്പം കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണോ, ഹാപ്പി ആണോ? മുട്ട ഉണ്ടെങ്കിൽ ഹാപ്പി ആവേണ്ടതാണല്ലോ. ആ അത് ശരിയാണ്, മണി 7 ആവുന്നേ ഉള്ളൂ, അതാണ് ആർജയ്ക്ക് ഇറങ്ങാത്തത്. സോറി. നോക്കാം, ഞാനിവിടെ പണിയിലാണ് ഗൈസ്. ഞാൻ ദേ അടുത്ത് പണിയിലാണ്. അയ്യോ ഒരു ചട്ടി കരിഞ്ഞു. ശ്രുതിയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഞാൻ മാത്രമൊന്നുമല്ല, നിഷു ഫുഡ് കഴിച്ചു. വെള്ളം കുടിക്കട്ടെ. ഈ കിലോമീറ്റർ കഴിഞ്ഞ ഭക്ഷണം പറഞ്ഞ ഇനി വിശക്കണമെന്ന് പറയുമോ പണിയെടുക്കണ്ടിട്ട് പണിക്കണം. ആയിക്കോട്ടെ, കഴിച്ചാൽ മതി ആ പുട്ട്. ഞാനീ ഫുഡ് കഴിക്കൂല, എനിക്കിനി വൈകിട്ട് ഫുഡ് മതി. എനിക്ക് വിശപ്പില്ല, എനിക്കിനി വിശപ്പില്ല. പണിക്കിറങ്ങാൻ സമയമായി ഗൈസ്. അതിൻ്റെ ഇടയ്ക്കാണ് പുട്ട് കഴിച്ച് രാവിലെ സമയം പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇറങ്ങട്ടെ. ഞാൻ ആദ്യം കുറച്ച് വെള്ളം കുടിക്കട്ടെ. എൻ്റെ ഇക്ക് തൊട്ടണം. ശ്രുതിയാണെങ്കിൽ എല്ലാം ഒതുക്കി വൃത്തിയായിക്കൊണ്ടിരിക്കണം. നമുക്കിപ്പോൾ ഇത്രയും പണിക്കിറങ്ങണം. റബ്ബറിൻ്റെ പാലെടുക്കണം നമ്മുടെ ജോലി. അവന് വെട്ടി പണിക്കാർ ചേട്ടന്മാർ വെട്ടിയിട്ട് പോയി. ചേട്ടൻ നിശു വെട്ടിയിട്ട് പോയിട്ടുണ്ട്. അവരിപ്പോൾ താഴത്ത് പോയിട്ടുണ്ട്. നിശു താഴത്ത് നിർത്തുകൊണ്ടിരിക്കാൻ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ എടുത്ത് അങ്ങറ്റുമ്പോൾ താഴത്ത് ഇറങ്ങി പോകണം. അമ്മയ്ക്ക് നിശു താഴെ നിർത്തി ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് മുകളിലേക്ക് എത്തുന്നത് പറഞ്ഞത്. നമുക്ക് നോക്കാം, പെട്ടെന്ന് എത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്ന് നിർത്താം, പെട്ടെന്ന് സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കാം, നടന്ന് നിർത്താം. അതിൽ പണി രക്ഷപ്പെടും. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് അടുത്ത് തുടങ്ങട്ടെ. ക്യാമറ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല കേസ്, കാരണം സമയം നമുക്ക് ഒരുപാടില്ല. പെട്ടെന്ന് നിർത്താൻ പോയി നടന്ന് നിർത്താമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ പണി നിർത്തിട്ട് ബാക്കിക്കാരോട് പറയാം കേസ്. ഇവിടുത്തെ കുറച്ച് ചെയ്തിട്ട് അപ്പുറത്ത് മല എടുക്കാൻ പോകുന്നുണ്ടാവും. ശ്രുതി ഇവിടെ എത്തുമ്പോൾ ഞാൻ നിഷുവിനെ കാണിക്കാം. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. ആദ്യമല്ല, നിഷു അവിടെ ഓൾറെഡി ആദ്യം തുടങ്ങിക്കഴിഞ്ഞു താഴെ. ഞാൻ നല്ല ഇവിടെ തുടങ്ങട്ടെ. നിഷു ഇതേ കേസ് താഴത്തുനിന്ന് എടുത്തത് മുകളിലെത്തി. ഇനി മുകളിൽ എടുത്ത് വരണം. അതിനുവേണ്ടി മുകളിൽ പോവാണ്. ലെഫ്റ്റ് സൈഡത്തെ റൈറ്റ് സൈഡത്ത് എടുത്ത് ഈ സൈഡത്തെ എടുക്കണം. അതിനാണ് മുകളിൽ പോകുന്നത്. ഞാൻ എന്താണ് താഴെ എത്തിക്കഴിഞ്ഞാൽ ഇനി താഴത്തേക്ക് ഇങ്ങനെ പോകാനുണ്ട്. വീടും താണ്ടി അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി ഇറക്കത്തിലേക്ക് പോകാനുണ്ട്. ഞാൻ പതുക്കെ ഇറങ്ങി പോകട്ടെ. എന്നിട്ട് നിഷുവിനെ ഹെൽപ്പ് ചെയ്യാണ്ട്. എനിക്കൊന്ന് ആദ്യം പണി തുടങ്ങിയ നിഷുവാണ്. എന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തു തരാമെന്നുണ്ട്. പാവല്ലേ, ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഒരു ബക്കറ്റ് നിറഞ്ഞു. ഇനി ഒരു ബക്കറ്റോട് നിറയാനുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് താഴെ എടുത്ത് വരുമ്പോഴേക്കും ആ ബക്കറ്റോട് നിറയും. ഞാൻ എന്നാലും അതൊക്കെ താഴെപ്പോൾ എടുത്ത് വരട്ടെ. അമ്മയ്ക്ക് ശ്രുതി റൈറ്റ് സൈഡിൽ മുകളിൽ ഷീൽഡില്ലാത്ത എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അല്ല, ഷീൽഡ് ഉള്ളത് തന്നെ എടുക്കാൻ വേണ്ടി പോയേക്കാൻ തോന്നുന്നു. എന്തായാലും വരട്ടെ. അമ്മയ്ക്ക് ഞാൻ നിറച്ചുകൊണ്ടിരാൻ ബക്കറ്റ് പോയിട്ട് എനിക്ക് ഇവിടെ നിന്ന് താഴത്തൊരു 2-3 തട്ടാണ് എടുക്കാനുള്ളത്. പോയി എടുത്തുകൊണ്ട് 3 തട്ടം എടുക്കാനുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ബാക്കിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം. പോയിട്ട് എന്തായാലും ഇത് കണക്ക് കയറ്റും. ചേട്ടൻ തീർത്തിൽ നേരത്തെ അത് തീർത്തോളം പഞ്ചായത്തിലൊക്കെ പോകാനുണ്ട്. പിന്നെ കിണർ പണിയുന്ന ചേട്ടന്മാരെ വിളിപ്പിച്ച് അത് കാണിക്കണം. പുതിയ ചേട്ടൻ നമ്മളിട്ട് ആ ചേട്ടനെ വിളിച്ച് വെച്ചോളാം. അന്ന് കാണിട്ടെന്ന് വെച്ചോളാം. ഇവിടെ വന്ന് കാണുകയാണെങ്കിൽ അത്ര ഹെൽപ്പാവും. നമുക്ക് അതിൽ പോയിട്ട് ഇത് തീർത്തിട്ട് വരാം. എന്നത് ഞാൻ തീർത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ശ്രുതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. പോയി നിഷുവിനെ ഹെൽപ്പ് ചെയ്യട്ടെ. തളർന്ന് ഇപ്പോഴേ ശ്വാസം മുട്ടണം. ഞാൻ പറഞ്ഞ നിഷുവിനെ ഹെൽപ്പ് ചെയ്തിട്ട് ശരിയാവില്ല. പണി തീരൂല, പെൻഡിങ് ആവും, അതിന് ഒരുപാട് പണിയാവും. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ. പാവളൊറ്റയ്ക്ക് തീർക്കൂല. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. ഇന്നത്തെ ഡയമണ്ട് ലൈഫിൽ കുറേ കാലുണ്ട്. അപ്പോൾ എല്ലാം ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ പോയിട്ട് ആദ്യം ശ്രുതിനെ ഹെൽപ്പ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ ബക്കറ്റ് എടുത്തിട്ട് പോട്ടെ താഴത്തേക്ക്. നിഷോടെ താഴെ കുഴിത്തൊക്കെ എടുത്ത് അതൊക്കെ മുകളിലേക്ക് കയറുകയാണ്. എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പോയി ഉറപ്പാട് വീഴും. കാലിന് വിലക്കുറവാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി എനിക്ക് ഗ്രിപ്പ് കിട്ടൂല. ഉറപ്പാട് വീഴും. അതുകൊണ്ട് നിഷു പോയി താഴെ എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ അതൊക്കെ മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. ഈ മരം കൊണ്ട് നോക്കുമോ? എടുത്തുണ്ടോന്ന് ഉണ്ടാ ആ അടുത്തേക്ക് അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് നിഷു എടുക്കാണ്. പിന്നെ അതൊക്കെ മുകളിൽ പോകാം ബക്കറ്റായിട്ട്. ബക്കറ്റോട് നിറഞ്ഞിട്ട് എടുത്തിട്ട് പോകാം. നമ്മൾ കൊണ്ടുവന്നൊക്കെ ശ്രുതി ബക്കറ്റിൽ ഒഴിച്ച് വെച്ചിട്ട് ബക്കറ്റ് കാലിയാക്കണം. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ട്. തളർന്നില്ലേ? ആ തിന്നതാ. ഞാൻ ഇളയിക്കോളാം. എന്നെ വേദനിക്കേണ്ട അവസരം എനിക്കറിയാം. ഓള നമുക്ക് നോട്ടം കണ്ടില്ലേ കേസ്. ശ്രുതി ഇപ്പോൾ മനസ്സിലായില്ല, വെറും ചെറ്റിയാണ്. എന്നെ ഉപദ്രവിക്കാൻ കിട്ടുന്ന അവസരം മുതലാക്കുന്ന വെറും ചെറ്റിയാണ്. കുറച്ച് വെള്ളം കുടിക്കട്ടെ. വെള്ളം എടുത്താ
ഞാൻ മോട്ടർ അടിച്ച് നടത്തിയിട്ടുണ്ട്. വെള്ളം പൈപ്പിൽ വെള്ളം ആദ്യം കുറച്ച് കളാട്ടാ. ഇപ്പോൾ ശ്രുതി വെള്ളം എടുക്കട്ടെ. ആ പൈപ്പിൽ വെള്ളം മോട്ടർ അടിച്ചാലേ ഉള്ളൂ. അപ്പോൾ വെള്ളം ഒരു കലകപ്പുണ്ടാവില്ല, അത് പോട്ടെ. അതിനടുത്ത കുഴപ്പമില്ല, പൈപ്പിലുള്ളതായിരിക്കും വരുന്നത് ഫസ്റ്റ്. അതിനുശേഷം ടാങ്ക് വെള്ളം വരുള്ളൂ. ഞാൻ ഫസ്റ്റ് കുടിക്കട്ടെ. താങ്ങിച്ചിട്ട് എനിക്ക് തൊണ്ടയൊക്കെ വരണ്ട് വേറെ ലെവലായി പോയി. വെള്ളം കുടിക്കട്ടെ. ഇപ്പോൾ അടുത്ത മല എടുക്കാൻ വേണ്ടി പോകാനായിട്ട്. ഇല്ലെങ്കിൽ പറ്റിയൊക്കെ ഇനിയിപ്പോൾ നടുവൊക്കെ തിരിഞ്ഞ് പോകാനായിട്ട്. ഇതിന് താഴ്ച തളർന്നു. ഞാനും മോശം വെള്ളം നോക്കാം, ഇത് ശരിയാവില്ല. നമ്മൾ അടുത്ത മല എടുക്കുമ്പോൾ ഇതിന് ബക്കറ്റും ക്യാനും എടുത്തിട്ടുണ്ട്. അപ്പം അത് എടുത്തില്ലേ നീ? എടുക്കടാ പ്ലീസ്. ഞാൻ ഫോൺ ഉണ്ട് പിടിച്ച് ഞാൻ വ്ലോഗ് എടുക്കണം, റീൽ എടുക്കണം, എല്ലാം എടുക്കണം. എടുത്താ നിന്നോട് ദൈവം ചോദിക്കൂടി. ഞാൻ നിമിഷമെടുത്ത് ദൈവത്തിനെ വന്നപ്പോൾ നിമിഷം ബക്കറ്റൊക്കെ വാങ്ങി. ദൈവം ചോദിക്കുന്ന ബക്കറ്റ് 2 ശ്രദ്ധ പിടിച്ചിട്ടുണ്ട്. നമ്മളിനി അടുത്ത മലയ്ക്ക് പോവാണ്. അടുത്ത മല കുറച്ച് ദൂരമുണ്ട് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഏറ്റവും ദേഷ്യമാണ് അവിടെ നിന്ന് എടുക്കാൻ. അതെന്ന് വെച്ചു ഇവിടുത്തെ എടുക്കാൻ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല. ഏറ്റവും ചടങ്ങ് അവിടുത്തെ എടുക്കാനാണ്. കാരണം വഴി ശരിയല്ല, പോകാനുള്ള വഴിയും വരാനുള്ള വഴിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും വലിയ ചടങ്ങ്. തെന്നിയടിച്ച് വീണാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഗുണമെന്ന് വെച്ചാൽ ബക്കറ്റിൽ എടുത്തുകൊണ്ടുള്ള ആവശ്യമില്ല, ക്യാനിൽ അവിടെ നിറച്ച് വെച്ചാൽ മതി, ആ ചേട്ടൻ എടുത്തോളും. അതാണ് ഹെൽപ്പായിട്ടുള്ള ഒറ്റ കാര്യം അല്ലേ. അല്ലെങ്കിൽ നമ്മളവിടെ എടുക്കാൻ വേണ്ടി പോകില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത് പാലെടുത്തുകൊണ്ടിരാൻ വേണ്ടി പറഞ്ഞാൽ നമ്മളപ്പുറത്ത് പോകില്ല. വയ്യാട്ടാന്ന് പറയും, നിർത്തിക്കോളം പറയാം, ആ മൂലയ്ക്ക് വെട്ടണത്. അതാണ് കൈസ് അവസ്ഥ. പക്ഷെ ടാസ്ക്കാണ്, എല്ലാം ടാസ്ക്കാണ്. ലൈഫേ ടാസ്ക്കാണല്ലോ. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നാലും ബുദ്ധിമുട്ട് പറ്റില്ലല്ലോ പോകാനായിട്ട്. ആണ് ഒരു ബുദ്ധിമുട്ട്. എന്തായാലും ബാക്കി അവിടെ പോയിട്ട് പറയാം. അടുത്ത മലയിൽ വന്നിരിക്കുകയാണ്. അടുത്ത മല ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇത്ര എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ എടുത്ത് മല മുകളിൽ പോയിട്ട് ആ കാടിന് അപ്പുറത്ത് വേറെ മലയുണ്ട്. ശ്രുതി അവിടെ എടുത്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇതെടുത്തിട്ടാണ് മല കാട് കയറാനായിട്ട് പെട്ടെന്നെടുത്തിട്ട് പോവാം. സമയമായി. ഇവിടെ നിന്ന് നെറ്റത്തിന് ശ്രുതി അവിടെ നിൽപ്പുണ്ട്. അങ്ങ് അറ്റം വരെ എടുക്കാണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് ഇവിടെ തീരുവില്ല, പണിയാണ്. അവിടെ എടുപ്പിച്ചാൽ കുറച്ച് ലേറ്റായി. പെട്ടെന്ന് പോട്ടെ. ഞാൻ താഴത്തിൻ്റെ അടുത്തത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ എണ്ണ ശ്രമിച്ചിട്ട് വേണം അവിടെ നിന്ന് എടുക്കാനായിട്ട്. പണി കഴിഞ്ഞ് ഇവിടുത്തെ പണി കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ കരിയില കാറ്റത്ത് വീണ് ഞാൻ പറ്റും എന്തോ. ഞാൻ ഇവിടെ നിന്ന് കരിയില കഴിഞ്ഞിട്ട് പോലും വായിട്ട പോലെയാണല്ലോ അന്ന് പോടി അവിടെ. പിന്നെ വെറുതെ ഒരു തേങ്ങ എന്ന് വിളിക്കുന്നത്. തല ഉണ്ട് തേങ്ങ ചകിരി പോലെ ഇരിക്കണത്. തേങ്ങ ചകിരി തലയാ. തേങ്ങ ശ്രുതി, തേങ്ങ കള്ളത്തി, തേങ്ങ കള്ളത്തി, തേങ്ങ കള്ളത്തി. തേങ്ങ ഇട്ട് വന്നൊരു പിടിച്ചോട്ടാ തേങ്ങ ശ്രുതിക്ക് തേങ്ങ ശ്രുതി പേര് വീണത്. അതിൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാക്കി എങ്ങനെയാണ് പേര് വീണതൊക്കെ. ഇവിടുത്തെ പണി നമുക്ക് ഇവിടെ കുളിക്കാം ഗൈസ്. ഫസ്റ്റ് ഒരു കുളിക്കണം, അലക്കി കുളിക്കണം. അലക്കിനും കുഴപ്പമില്ല, പക്ഷെ കുളിക്കണം. ഭയങ്കര വിയർത്ത് കുളിച്ചിപ്പോൾ തന്നെ. ഞാൻ വിയർത്ത് നനഞ്ഞ് കുതിർന്നു. ഇനി കുളിച്ചിട്ട് ശരിയാവില്ല. ഞാനൊക്കെ ഇപ്പോഴേ ചുറയാൻ തുടങ്ങി. റബ്ബർ പാല് ചുറയാൻ തുടങ്ങിയപ്പോഴേ വിളിക്കാം. വിളിക്കാം. അവിടെ ഇറക്കത്തിൽ ഞാൻ കൈതരാതെ ഇറങ്ങി പോയി കളഞ്ഞു. ഞാൻ അവസാനം ഇരുന്ന് നിറങ്ങി ഞാൻ താഴ്ത്തിറങ്ങിയത്. അതുകൊണ്ട് തേങ്ങ നീ വീണ ഞാൻ മൈൻഡ് ചെയ്യൂല. തേങ്ങ നീ വീണ ഞാൻ മൈൻഡ് ചെയ്യൂല കൈസ്. ആളെ വീഴട്ടെ, തേങ്ങ വീട്ടെ, തേങ്ങ വീട്ടടി. വീഴ്. നേരത്തെ കാലും മടങ്ങിയില്ലേ, വീടി. നിന്റെ നീ വീടി, നിനക്കുള്ള പണി തീർന്നിരും. നീ തേങ്ങ വീണ് പൊട്ടുമ്പോൾ വീണ് പൊട്ട്. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്ത് ഞാൻ ചിരിച്ചു നോക്കി വെക്കും. ചതിച്ചെന്നെ തേങ്ങ എന്നെ ചതിച്ചു ഗൈസ്. എനിക്ക് കൈ തരാതെ അത് പോയി കളഞ്ഞു. എന്നിട്ട് ഞാനവിടെ ഇരുന്ന് നിരങ്ങിയാണ് താഴ്ച വീണു ഗൈസ്. തൊലിക്കണ്ട. ആ പാമ്പ് കയറിപ്പോയി. എന്നെ പ്രാഗിട്ട് പോയതാണ് ഗൈസ്. നീ എന്നെ പ്രാഗിട്ട് പോയതുകൊണ്ടാണ് വീണത്.
ആ എൻ്റെ കാല് മടക്ക് അവിടെ തന്നെ. ബാ പോയി വെള്ളം കുടിക്കാൻ. വെള്ളം തയ്ക്കണം. വാ എനിക്ക് വെള്ളം തയ്ക്കണം. എനിക്ക് വെള്ളം വേണം പെട്ടെന്ന്. ആർജ കുളിച്ചു തുടങ്ങി, ഞാൻ കുളിച്ച് കഴിഞ്ഞു. വെള്ളം ഞാൻ കൊണ്ടുവച്ച്. ആർജയ്ക്ക് ചെറിയൊരു ഞൊണ്ടലുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് തടവി കൊടുക്കണം. ഒന്നാതെ വയ്യാത്ത കാര്യം കൂടിയാണ്. എന്തായാലും നോക്കാം, വീട്ടിൽ പോട്ടെ. അടുത്തേക്ക് അവിടെ ഭയങ്കര വേദന. എനിക്ക് ഭയങ്കര വേദന ഉണ്ട്. കറക്റ്റായിട്ട് ആ എല്ലിന് കണ്ണിന് ഭയങ്കര വേദന ഗൈസ്. എന്തോ ഒരുപാട് ഞാൻ നടക്കൂല, അനങ്ങൂല, അത് ഉറപ്പാണ്. എനിക്കറിയാം, ഇതിനു മുമ്പ് ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് എനിക്ക്. എന്തായാലും നീരുണ്ടോ? എൻ്റെ ഇവിടെ നീരുണ്ട് ഗൈസ്. ഇതാ നീര് വെച്ച്. കാലൊടിഞ്ഞാ ആർജേ? കാലൊടിഞ്ഞാ? പണിയാണാ? വേദന വന്നിട്ട് പല്ലിളിച്ചിരിക്കുന്ന നോക്കിയാണ്. കഴിവ് നമുക്ക് ഇഡലിയും ചട്നിയും നമ്മുടെ റബ്ബറോട്ട് നിന്ന് ചേട്ടൻ ചേച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു നമുക്ക് വേണ്ടി. ഇത് ഇവിടെ ഇരിക്കും, നമുക്ക് കഴിക്കാം. അവരെന്തായാലും കടി കൊണ്ടുവന്നത് രാവിലത്തെ ചായക്കൂടെ കടി കൊണ്ടുവന്ന് സന്തോഷമായിരുന്നു. നമ്മൾ പുട്ട് കഴിച്ചാണ് പണിയൊക്കെ എടുത്ത് വന്ന് ക്ഷീണിച്ച് തളർന്നു. ആ കഴിച്ചൊക്കെ ദഹിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഇഡലി കഴിച്ച് നമുക്ക് പുറത്തു പോകാണ്ട് ഇഡലി കഴിച്ചിട്ട് പോവാം. ആർജ് ഫുഡ് കഴിക്കുന്നത്. ചേച്ചി ചേട്ടന് രാവിലെ ഇഡലിയും ചമ്മന്തിയും കൊണ്ടുവന്നു. എങ്ങനെയുണ്ട്? ആണോ? വീട്ടിലുണ്ടാക്കിയത്. ആർജാണെങ്കിൽ ചമ്മന്തിയുടെ ആശാനാണ്. എന്തായാലും കഴിക്കും, നമുക്ക് എന്നിട്ട് വേണം ഇറങ്ങാൻ. ഇപ്പം കേസ് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ട് നടക്കാനായിട്ട്. നല്ല വേദനയുണ്ട്. മിക്കവാറും ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് തോന്നുന്നു. എന്തായാലും അലച്ചിലാണ്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ പോവും, അല്ലാതെ പറ്റൂല. സൂര്യൻ ഫസ്റ്റ് നടക്കുന്നുണ്ട്. പഞ്ചായത്തിലൊക്കെ പോകാനുണ്ട്. പിന്നെ കളിക്കാൻ വരെ പോകാനുണ്ട്. ഈ കാലൊടിഞ്ഞ സമയത്ത് യാത്രയും കൊണ്ടും ഉള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ഇച്ചിരി ടാസ്ക്കാണ് കേസ്. അത് വേറൊരു കാര്യം. പിന്നെ നോക്കാം, പറ്റുന്നത്രയും പോകാം. പറ്റാത്ത അവസരം ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ പോകാം. അത് കണ്ടുകൂടി ആവുള്ളൂ. കാലം നല്ല വേണ്ടേ. ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഞാനിന്ന് തൊപ്പിയൊക്കെ വെച്ച് പതിവില്ലാതെ എനിക്ക് വെയിൽ കൊള്ളാമെയാണ് ആർജ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പഞ്ചായത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. പഞ്ചായത്തിൽ പോകണം. അത് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, ആർജയുടെ ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടി പോകണം. എറണാകുളത്തു നിന്നാണ് വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് വരാം. നടന്ന് ആറ്റിൻ്റെ കരയെത്തി കേസ്. കണ്ടോ, ആർജാണെങ്കിൽ വീണിട്ട് ആർജൻ്റെ കാലിന് നീരുകൊണ്ട് എൻ്റെ ആർജ് തപ്പിത്തടഞ്ഞ് വരെയാണ്. അത് ഇവിടെ കാരനാട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇവിടെ നിന്ന് തിരിച്ച് പോകാം. ഞങ്ങൾ പോയിട്ട് വരാം, ബാക്കി വിശേഷങ്ങൾ പറയാൻ മതി. അതാദ്യം പോകാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. 3rd ഡിപ്പാർട്ട്മെൻറ്റിലാണ്. 6 എക്സ്റേ എടുക്കണം. അപ്പം കണ്ടോ, ഓർത്തോയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അവർ വിളിച്ചിട്ടേ പോകാൻ പറ്റും. രാവിലെ എന്നെ പ്രാഗി നടന്നവനാണ്. അപ്പോൾ സ്വന്തം കാല് പോയി, ഞൊണ്ടിയായേ, ഞൊണ്ടിയായി. അതും വയ്യാത്ത കാലാണ് കൈസേവം കൊണ്ടുവന്ന് രണ്ടാമത് വയ്യാതാക്കിയത്. എനിക്ക് അറിഞ്ഞൂടാ. അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചിരിക്കുന്നിരുന്നു. സർക്കാർ ആശുപത്രിക്കകത്ത് നോക്കണേ, ലേബർ റൂമാണ് അവിടെ കാണുന്നത്. ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ പൂച്ചയുടെ കുഞ്ഞുങ്ങൾ പൊളി, അടിപൊളി. അവിടെ ഓടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. രസമുണ്ട് കേട്ടോ. മക്കൾ അവിടെ ലേബർ റൂമാണ് കേട്ടോ ഗേസ്. നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ ഓടി കളിക്കും. ആർജെ കട്ട വെയിറ്റിങ്ങിലാണ് ഗേസ്. ഇവിടെ ഡ്രസ്സിങ് റൂമാണ്, അവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഇരുന്നു. പിന്നെ ആരാ നിന്നെ നോക്കിയത്? കണ്ടോ, എൻ്റെ അപ്പനെയൊക്കെ നോക്കി. ഞാൻ വീഴണമെന്ന് പ്രാർത്ഥിച്ച് കിടന്നവൻ അവൻ സ്വയം വീണ് ഞാൻ ഇങ്ങനെയായി. ഇപ്പൊ ഞൊണ്ടിയായി. എന്നാ 3 സ്ഥലത്തെ കൈ കൊടുക്കാം. 3 സ്ഥലം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങി വന്നിട്ട് ചുമ്മാ
ഒന്നും ഇല്ലാത്തടത്ത് ഒരിടത്ത് വന്നിട്ട് തട്ടി വീണിരിക്കുന്നു. എന്തൊരവസ്ഥയാണ്. എന്തായാലും നമുക്കിനി പോകാൻ തിരുവനന്തപുരത്ത് എത്തണം. എത്രയും പെട്ടെന്ന് എന്തായാലും ബസ് കയറാം. ബസ് പോയി ഇവരാണ് കഴിച്ച് എന്നെ കൂട്ടുകാരൻ വെറും അലവരാജി കൂട്ടുകാരെ കഴിച്ച് ഇവന് വേണ്ടി ഞാൻ എന്നെ ഒടിഞ്ഞ് കാലോട്ട് ഞാൻ വന്നത്. എന്നിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞോ കഴിച്ച് ഇവനിങ്ങനെയാണ്. അപ്പൊ ബസ് കയറി പോവാം. സുധിയ ഫ്രണ്ടിൽ പോയിട്ട് സീറ്റ് പിടിക്കാനായിട്ട് ബസ് ആശിക്കുമ്പോൾ തന്നെ കൊടുക്കും. അതോടെ കാര്യം. നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടി പോവുകയാണ്. വന്നും കുഞ്ചിപ്പോയി 3 പേരും പോവുകയാണെങ്കിൽ ബുധനാഴ്ച വരണമെന്നാ പറഞ്ഞത്. അപ്പം ബുധനാഴ്ച വരാം. ഫൈനലി ഗൈസ് നമ്മൾ ബസ് കയറി. നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ബസ് കയറ്റി വിട്ടു അല്ലേ അറിഞ്ഞേ. നമ്മളിവിടെ നിന്ന് പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. ബസ് എടുത്തു ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ തിരുവനന്തപുരം എന്ന് ഞാൻ പറയൂല, തമ്പാനൂരിന് പറയും. ഞാൻ ഇവിടെ നേരെ പരുത്തിക്കുഴിയിലേക്കല്ലേ ഗൈസ്. ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫൈനലി ഗൈസ് നമ്മൾ വീട്ടിലേക്ക് ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ചാക്കുഴി എടുത്താണ് ഗൈസ്. എന്തായാലും വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. ഓട്ടോ അത് തിരിച്ചു പോകണം. പോട്ടെ. അപ്പൊ ഗൈസ് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോവാം. 2 പ്രേതങ്ങളാണെന്ന് ഗൈസ്. 2 പ്രേതങ്ങളാണ്. അപ്പൊ ഫുള്ള് കണ്ട നമ്മുടെ ടോർച്ചിന്റെ ഏട്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും പതുക്കെ നമുക്ക് താഴോട്ട് ഇറങ്ങാം. അർജുന ഞാൻ താങ്ങി മരിക്കും. അതാണ് പോവാം, പോയിട്ട് വരാം ഗൈസ്. പിന്നെ ശരിക്കും പറഞ്ഞാല് ഇന്ന് ഞാൻ ശ്രുതിനെ പ്രാഗി കൊണ്ട് വന്നിട്ട് വീഴുന്ന ശ്രുതി പറഞ്ഞു. ഞാൻ പ്രാഗിയല്ല, അതുപോലെ ശ്രുതി എന്നെ കൈ തരാൻ പോയി കളഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ശ്രുതി എനിക്ക് കൈ തരാൻ പോയി കളഞ്ഞു, നീ വീഴുമ്പോ ഞാൻ നോക്കിക്കൂടി എന്ന് പറഞ്ഞതാക്കി. ദൈവമുണ്ട് സൈക്കിൾ കർമ്മ എന്തായാലും വീട്ടിൽ പോകാൻ കഴിച്ചു. നല്ല കൊതുകൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പോവാം. സമയമാണ് ഈ സമയത്ത്. അതെ അതെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് പറയാം. അപ്പൊ കൈസ വന്നപ്പോ ശ്രുതി നമുക്ക് ഫസ്റ്റ് രാത്രിക്കുള്ള ഫുഡ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ കഴിച്ച ഇഡലിയുടെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ അത് നമുക്ക് രാത്രി കഴിക്കാം അല്ലേ ശ്രുതി? അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഫുഡ് വേസ്റ്റ് ആക്കില്ല. പിന്നെ നമ്മുടെ പോളിസി എങ്ങനെയാണ് നിശ്ചയം ചമ്മന്തി അരക്കട്ടെ. ചമ്മന്തി അരച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ചമ്മന്തിയും കൂട്ടിയാൽ ഇഡലി കഴിക്കാം. എന്തായാലും 2 പേർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിശപ്പുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇഡലി കഴിച്ച് നമ്മൾ വേറെ സെറ്റാക്കാം അല്ലേ നിഷു? അതിനുള്ള ഇഡലി ഉണ്ടല്ലോ അല്ലേ? ആവശ്യത്തിന് ഇഡലി ഉണ്ട്. ചമ്മന്തി മാത്രം അരച്ചത്. അപ്പോൾ ചമ്മന്തി അരയ്ക്കാം. നിഷു തേങ്ങ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ചമ്മന്തി അരച്ച് നമുക്ക് ഫുഡ് കഴിക്കാം. നിഷു എന്നിട്ട് ചമ്മന്തി സെറ്റാക്കട്ടെ. ആകുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാൻ ചെയ്യാം. ഞാൻ എന്തായാലും ഭക്ഷണത്തിന് മുന്നുള്ള മെഡിസിൻ ഉണ്ട്, കഴിക്കട്ടെ. ഫ്രീ ആയിട്ട് കിട്ടിയ മെഡിസിൻ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പൈസ കൊടുത്തുള്ള മെഡിസിനൊക്കെ വാങ്ങിയിട്ടില്ല. അത് പൈസ പോയി വാങ്ങാം അല്ലേ ശ്രുതി? ആ പ്ലാൻ. ചൊവ്വാഴ്ച എന്തായാലും പോകണമല്ലോ. അപ്പോൾ വല്ലതും വാങ്ങാം. അത് നടക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നാളെ പണിക്ക് പറ്റില്ല. നമ്മൾ റബ്ബർ ഓട്ടൊന്നും ചേട്ടൻ ചേച്ചി വിളിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ നാളെ വെട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് നാളെ റെസ്റ്റ് ആയിരിക്കും. കാരണം ഒട്ടും വയ്യ, എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ശ്രുതി ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ നടപടി ആവാത്ത കാര്യമാണല്ലേ നിഷു? അതുകൊണ്ട് നിഷു അപ്പോൾ അവിടെ നമുക്ക് പറ്റാത്ത കാര്യം വേണ്ട അങ്ങനത്തെ പണിയായി പോയത്. എന്തായാലും നമുക്ക് നാളെ റെസ്റ്റാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ ചമ്മന്തി സെറ്റാക്കിയിട്ടുണ്ട്. ചമ്മന്തി ചൂടാക്കും ഇവിടെയൊക്കെ. ഓഫാക്കിയ അത് നീ വെച്ചിട്ട് ഇളക്കി കൊടുക്കണ്ടപ്പോൾ ഞാൻ വെച്ച് നീ ചൂടാക്കും. എന്തോ നോക്കില്ല. ചോദിച്ചാണ്. എന്തായാലും ചമ്മന്തി ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാം. അപ്പോൾ അതേ കഴിച്ച് നമുക്ക് 5 ഇഡലി ഇരിപ്പുണ്ട്. 2 കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. ശ്രുതി എന്തായാലും ചമ്മന്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എവിടെ? അവിടെ ഉണ്ടോ? ഫൈനലി ഗൈസ് ആദ്യം ഫുഡ് കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് എൻ്റെ ചമ്മന്തി? കൊള്ളാം. അതാണ് ഞാൻ നമ്മളിവിടെ വെക്കുമ്പോൾ മോട്ട വെള്ളത്തിൽ ചമ്മന്തി അരച്ച് കടുക് പൊട്ടിച്ചിട്ട് കൊടുത്ത്. ആണോ? അപ്പം എന്താ ഞാനും കഴിക്കട്ടെ ഗൈസ്. എൻ്റെ അത് എവിടെ ഇരിക്കുന്നത്, ഞാൻ കഴിക്കട്ടെ. കഴിച്ചിട്ട് ബാക്കി കാര്യം പറയാം.
അപ്പോൾ ഗൈസ് നിഷുവിൻ്റെ കാല് കെട്ടയച്ചു. പിന്നെ ഓയിൻമെൻറ്റ് ഇട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ച് മസാജൊക്കെ ചെയ്ത് തരാൻ വേണ്ടി പോവാണ്. കുറച്ച് കാലിനുള്ളിൽ മാറണ്ടേ, റെഡിയായി വരട്ടെ. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ചുറ്റാനുള്ള ഇത് റോൾ ചെയ്തെടുക്കുകയാണ്. എന്തായാലും കാലിൽ ഓയിൻമെൻറ്റ് ഇടട്ടെ ഫസ്റ്റ്. ഭയങ്കര പെയിനുണ്ട് ഗൈസ്, നല്ല പെയിനുണ്ട്. ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഓയിൻമെൻറ്റ് ഇട്ടിട്ടും പെയിനും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീരും പോയിട്ടില്ല, ആണ് വേറൊരു സീൻ. ഇതിനിപ്പോൾ എന്താണ്, അതാണ് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എത്ര ദിവസം എടുക്കുമെന്ന് അറിയാൻ പാടില്ല. ഇതിൻ്റെ പുറകെ ഒരുപാട് ദിവസം സമയങ്ങളായില്ല. നമുക്കിവിടെ പണിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് മാറിയാൽ മതിയായിരുന്നു. മാറിയില്ലെങ്കിൽ നമ്മൾ പണിക്കിറങ്ങുന്നതായിരിക്കും. വയ്യാത്ത വെച്ചിട്ടും പണിക്കിറങ്ങേണ്ടി നിശു, ജീവിച്ചു പോകണ്ടേ, ആണ് വേറൊരു കാര്യം. ആ അപ്പോൾ ഗൈസ് കെട്ടൊക്കെ അയച്ച് എൻ്റെ കാലത്ത് ഓയിൽമെൻറ്റ് കുറച്ച് കാറ്റോണ്ട് തുറന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും കെട്ടിയേക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഡേ ഇത്രയും വിശേഷങ്ങളുള്ളൂ. ഫുള്ളൊരു മെനകെട്ട ദിവസവും എനിക്ക് കണ്ട ശരിയൊരു ദിവസമായിരുന്നു. പണിയായ ദിവസമായിരുന്നു. എന്തായാലും നല്ല ഒരു മെനകെട്ട ദിവസമായി പോയി. എനിക്കത് ഇഷ്ടപ്പെട്ടു. മുട്ടം പണിയുള്ള എനിക്ക് കോമഡി ആയിരുന്നു. കാരണം ഇവന് രാവിലെ എന്റെ എന്തെല്ലാം പറഞ്ഞ ബെന്തല് പൈത്യക്കാരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി തീ എവിടെയെങ്കിലും വീഴും അതാണ് ഇതാണെന്ന് പറഞ്ഞ് അപ്പോഴാണ് കൈ കൊടുക്കാതെ. ആ കൈസ് ഇവിടെ ആദ്യം കൈ കൊടുക്കാതെ പോയപ്പോ ഞാൻ ഇരുന്ന് നിരങ്ങിയാ വന്നത്. അപ്പൊ നിക്കടി കൈ താടി വന്നപ്പോ കളിപ്പിട്ട് പോയി. ആ കളിപ്പിട്ടപ്പോ ഞാൻ പറഞ്ഞത് ചീത്ത പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത് നീ വീഴുമ്പോ ഞാൻ നോക്കി കൂടി. എന്തായി അവനോൻ വീണ് കുണ്ടി തള്ളി കാലിൽ പ്ലാസ്റ്റർ പോലും കെട്ടേണ്ടി വന്നു. ഇതെന്ത് മനസ്സിലാക്കാം, കർമ്മ. നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്കത്. അത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. നീ എനിക്ക് പണിന്നിട്ട് നീ എന്നെ കൈ പിടിക്കാതെ പോയി കളഞ്ഞിട്ടാണ് വീണത്. ഞാൻ എന്നെ കളിയാക്കിയപ്പോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അത്ര ഉള്ളവര് എന്ത് ചെയ്യണം, കളിയാക്കുന്നവരും എന്ത് ചെയ്യണം, സ്വയം നടന്നു വരണം. അപ്പൊ ഞാൻ വിളിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശരി, ശ്രുതിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എന്റെ ഭാഗത്ത് തെറ്റ്, പ്രശ്നമൊന്നുമില്ല. വീണ്ടും ശ്രുതി ആയിക്കോട്ടെ, നിഷുവിന്റെ ഭാഗത്ത് തെറ്റില്ല, എന്റെ ഭാഗത്ത് തെറ്റ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റയുടെ ID നമ്മുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇൻസ്റ്റയും കൂടി. അപ്പൊ ഗൈസ് പുതിയ വീഡിയോ താമസിക്കും. ബൈ ഫ്രം RJ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.